Good morning to all. Edge for Advanced Studies in the MA English class leke ellavarkku swagatham. So today we are going to deal with MEG 3 British novel. Appo British English il ezhudiya novels aanu nammal innu begin cheyan povunnathu. Appo we know that alle novel ne kurichi ആ ഒരു ബ്രിട്ടീഷ് നോവൽ എന്താണ്, വാട്ട് എവർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോവൽ, ഇതെല്ലാം നമ്മൾ ഏർലി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. നോവൽ നിങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് നോവൽസ് വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫോം, സ്ട്രക്ചർ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ യൂണിറ്റ് 1-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ യൂണിറ്റ് 1-ൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സം ആസ്പെക്ട്സ് ഓഫ് ഫിക്ഷൻ ആണ്. ഫിക്ഷൻ, വൈ ഫിക്ഷൻ? നോവൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു റൈറ്റർ ഇമാജിൻ ചെയ്ത് എഴുതുന്ന ഒന്നാണ് അല്ലേ. എഴുതി എന്ന് വെച്ചാൽ റിയൽ ട്രൂത്ത് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു റിയൽ പേഴ്സൻ്റെ സ്റ്റോറി ആയിരിക്കണം എന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ഫിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോവലിനെ കുറിച്ചും ആ നോവൽ ഇപ്പം നിങ്ങൾ ആ സബ് ഹെഡിങ് നോക്കിയാൽ കാണാം. നിങ്ങളുടെ ആ ഒരു ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ആ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ട്രക്ചർ നോക്കുമ്പോൾ കാണാം എന്താ, നോവൽ, നോവൽ ആസ് ഫിക്ഷൻ, ഫിക്ഷൻ ആസ് ഹിസ്റ്ററി, ദ എവല്യൂഷൻ ഓഫ് നോവൽ, സം പ്രോബ്ലംസ്, ഷിഫ്റ്റ് ടു പ്രോസ് ഇൻ ദ 18th century, നോവൽ ആസ് എ ന്യൂ ലിറ്റററി ഫോം, ദ നോവൽ ആസ് കോമഡി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആ ഒരു സ്ട്രക്ചറിൽ കണ്ടിട്ടുണ്ടാവുക. ബട്ട് ആക്ച്വലി ഈ യൂണിറ്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, ഐ നോ ഇറ്റ്സ് എ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലേ, നിങ്ങൾ ഡിസ്റ്റൻ്റായി പഠിക്കുന്നതുകൊണ്ട് തന്നെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റിൽ പരത്തി കൊടുത്ത സാധനം ഐ എം ഓൺലി ഗോയിങ് ടു ഗീവ് ഒരു ക്രിസ്പായിട്ട് വളരെ ഷോർട്ടായിട്ടാണ് തരാൻ പോകുന്നത്. ദെൻ നിങ്ങൾക്ക് ഒരു നോവലിനെ കുറിച്ച് എഴുതാൻ ഒരു എസ്സേ വരുമ്പോൾ ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ വേറെ കുറച്ച് മെറ്റീരിയൽസും കൂടി തരാം അഡീഷണൽ ആയിട്ട്. സോ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വാണ്ട് ടു സേ യു ഷുഡ് വാണ്ട് ടു കീപ്പ് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ, ബിക്കോസ് ഞാൻ അഡീഷണൽ നോട്ട്സ് തരും, അഡീഷണൽ ഇൻഫോർമേഷൻസ് തരും. സോ അതൊരു ലെക്ചർ നോട്ടാക്കിയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്കത് എസ്സേയിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യു ഹാവ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറയുന്നതിലൊരു അർത്ഥം ഉണ്ടാവില്ല. സോ യു മസ്റ്റ് ഡു ദാറ്റ്. യു മസ്റ്റ് വാണ്ട് ടു കീപ്പ് എ നോട്ട്ബുക്ക് ആൻഡ് എ പെൻ, ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് വാണ്ട് ടു റീഡ് ദിസ് ടെക്സ്റ്റ് ബുക്ക് ആഫ്റ്റർ മൈ ക്ലാസ്. ഓക്കെ, എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കാം. സോ ദാറ്റ്സ് എ തിങ്. ഷാൽ വി ബിഗിൻ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, ഹൗ യു ഡിഫൈൻ നോവൽ? എങ്ങനെയാണ് നിങ്ങൾ നോവലിനെ ഡിഫൈൻ ചെയ്യുക? നമ്മളൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്, 3 years നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവരാണ്. ഓർ അറ്റ്ലീസ്റ്റ് വി ആർ ഹ്യൂമൻ ബീങ്, വി ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് നമ്മൾ ലൈബ്രറിയിൽ ഒരു നോവൽ ഇരിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടാവും, ഇല്ലേ, വായിച്ചിട്ടില്ലെങ്കിൽ പോലും. സോ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് നോവൽ, എന്താണ് നോവൽ. സിമ്പിൾ ടേമിൽ എന്താണ് നിങ്ങൾ പറയാം, എന്താണ്? ഇറ്റ്സ് എ ബുക്ക് ഓഫ് സ്റ്റോറി വിത്ത് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇറ്റ്സ് എ ബുക്ക് ഓഫ് സ്റ്റോറി. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറിയുടെ ബുക്കാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഷോർട്ട് സ്റ്റോറി പോലെ ആവില്ല. ഷോർട്ട് സ്റ്റോറിയിൽ എന്താ, ഒരു 1-2 അല്ലെങ്കിൽ ഒരു ഏറിയ ഒരു 5 ക്യാരക്ടർ നമുക്ക് ഷോർട്ട് സ്റ്റോറിയിൽ കാണുള്ളൂ. പക്ഷെ ഒരു നോവലിൽ എന്തായിരിക്കും, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമുക്ക് ഒരു സാധാരണ കുട്ടിയോട് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്നതാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ യുവർ എക്സാം അല്ലേ. നിങ്ങൾക്ക് സിമ്പിൾ, ഇൻ എ സിമ്പിൾ ടേം വി ക്യാൻ ഡിഫൈൻ നോവൽ ആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് ആ ഒരു എസ്സേയുടെ ഫോർമേഷൻ അനുസരിച്ചിരിക്കും. സോ ഫസ്റ്റ് സബ് ഹെഡിങ് നോവൽ ആസ് ഫിക്ഷൻ എന്താണ്? നോവൽ ഈസ് എ റിയലിസ്റ്റിക് ഫോം അല്ലെ. ഒരു റിയലിസ്റ്റിക് ഫോമിലാണ് നമുക്ക് നോവൽ പറഞ്ഞു തരിക. അതെങ്ങനെയാണ്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായി ഒരുപാട് സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോവലിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ കഥയുമായി നമുക്ക് നോവലിന് സാമ്യം ചേർക്കാൻ സാധിക്കും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഒരു റിയലിസ്റ്റിക് ഫോമിലാണ് നോവൽ എഴുതുന്നത്. ബട്ട് ഇതെന്താണ്, ഓഥറിൻ്റെ ഇമാജിനേഷനും കൂടിയാണ്. ദാറ്റ്സ് വൈ നോവൽ എസ് ഫിക്ഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ചോദിക്കുന്നത്, നോവൽ ഒരു ഫിക്ഷൻ ആണോ എന്ന ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Then we can easily say that yeah, it is a fiction, but
ഒരു റിയലിസ്റ്റിക് ഫോമിലാണ് ഓദർ നമുക്കത് പ്രസൻറ്റ് ചെയ്ത് തരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. എന്നുവെച്ചാൽ വളരെ ഇപ്പോൾ ചില നോവൽസ് വായിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിനോട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നതുപോലെ നമുക്ക് തോന്നും. സോ അതുകൊണ്ട് തന്നെയാണ് നോവൽ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും. ദെൻ അപ്പോൾ അതാണ് ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് നോവൽ എന്ന് പറയുന്നത് സൊസൈറ്റിയെ തന്നെ മിറർ ചെയ്യുന്ന പോലെയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു നോവൽ എടുക്കുക, നിങ്ങൾക്ക് ആ സൊസൈറ്റിയെ നിങ്ങൾക്ക് ആ നോവലിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ while reading a novel we may feel that we have been transported to a different വേൾഡ് അല്ലേ. സീരിയസ്ലി നമുക്കത് തോന്നും, നമ്മളൊരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതുപോലെ തോന്നും, ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് നമ്മൾ പോയതുപോലെ തോന്നും. നമ്മൾ കഥാപാത്രങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ഇപ്പോൾ ചില നോവലുകൾ നമുക്ക് ബോറടിപ്പിക്കാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ജെയിംസ് ജോയ്സിൻ്റെ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ഒരക്ഷരം എനിക്ക് മനസ്സിലായിട്ടില്ല വായിച്ചിട്ട്. എന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക ബിൽഡുങ്സ്റോമൻ നോവലാണ്. ദാറ്റ് മീൻസ് ഒരു ലൈഫ്, അതുപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു നോവലാണ്. ആ നോവൽ പാതി വരെ എത്തുമ്പോഴേക്കും നമുക്ക് ബോറടിക്കും. അപ്പം അതൊരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല നോവലിന് എന്നാണ് അർത്ഥം. ചിലവർക്ക് അങ്ങനെ ആവില്ല കേട്ടോ. നല്ല ഇൻ്റലിജൻറ്റ് മൈൻഡുള്ള ബുദ്ധിജീവികൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ബട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ബട്ട് അതേസമയം മറ്റുള്ള നോവൽസ് വായിച്ചിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ഐ റെഡ് സുധാ മൂർത്തിയുടെ മഹാശ്വേത എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചു. ഐ വാസ് സ്റ്റക്ക് ഇൻ ദാറ്റ് നോവൽ ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ നോവൽ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വുമൺ ലൈഫ് അതിൽ പോർട്രേ ചെയ്യുന്നു, ഒരു മാരിറ്റൽ ലൈഫ്, അതിലുണ്ടാവുന്ന ആഫ്റ്റർ പ്രോബ്ലംസ്, ഇതെല്ലാം പോർട്രേ ചെയ്തു. ദെൻ വി ക്യാൻ കണക്ട് ഇറ്റ്. അപ്പം നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഓരോ നോവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആ ലോകത്തിലേക്ക്, ആ ഒരു നോവലിൻ്റെ വേൾഡിലേക്ക് നമ്മൾ പോകുകയാണ് ചെയ്യുക. ചില നോവലിൻ്റെ വേൾഡിലേക്ക് നമുക്ക് പോകാനും സാധിക്കില്ല. വി വിൽ ഗെറ്റ് ബ്ലോക്ക്ഡ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വർക്ക്, എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ഒട്ടും എനിക്ക് എന്ന് വെച്ചാൽ വായിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റാത്തൊരു നോവലായിരുന്നു. വൈ ഐ ആം യൂസിങ് ദീസ് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോവൽസ് കിട്ടാനാണ്. ഈ നോവൽസിൻ്റെ പേരുകളൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഒരുപാട് നോവൽസിൻ്റെ പേര് പറഞ്ഞു എന്ന് വരും. ഇതൊക്കെ എഴുതി വയ്ക്കുക. ബിക്കോസ് UGC നെറ്റിന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അറ്റ് ദ സെയിം ടൈം യു വിൽ ഫെമിലിയർ വിത്ത് ലോട്ട് ഓഫ് നോവൽസ് ഓൾസോ. ഓക്കെ, ഒരുപാട് നോവൽസ് നിങ്ങൾ അറിയും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, നോവൽ നമ്മൾ മറ്റൊരു വേൾഡിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ദ റൈറ്റർ പ്രാക്ടീസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡിസ്ക്രൈബിംഗ് പേഴ്സൺ ദ നോവലിസ്റ്റ് ഹസ് എൻ ഒപ്പീനിയൻ ആൻഡ് എ പോയിന്റ് ഓഫ് വ്യൂ അക്കോർഡിംഗ് വിത്ത് ഹി ഓർ ഷീ ജഡ്ജസ് വിതൗട്ട് സച്ച്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓദർ, ഒരു നോവലിന് ഓദർ ഉണ്ട്. ഓദറാണ് മറ്റൊരു ക്യാരക്ടറിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് ഉണ്ട്, ഒംനിപോട്ടൻ്റ് നെറേറ്റീവ് ഉണ്ട് അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്ക് ആക്ച്വലി ആരാണ് ആ നോവൽ എഴുതുന്നത്? ഓദറാണ് എഴുതുന്നത്. ഓദർ എഴുതി നെറേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഓദറിൻ്റെ ജഡ്ജ്മെൻറ്റ് ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു നോവൽ എഴുതി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ചില സമൂഹത്തിനോട് ഇഷ്ടമില്ല എന്ന് തോന്നുകയാണ്. ഞാനത് നോവലിൽ എഴുതി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഓദറിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്, ഓദറിൻ്റെ ഒരു ബയാസ് നമുക്ക് നോവലിൽ കാണാമെന്നാണ് പറയുന്നത്. അതുപോലെ the bias is obviously indicated that the writer is totally that's the thing. Writer completely believe ചെയ്യുന്ന biases നമുക്ക് കാണാൻ സാധിക്കും. The remarks of the author meant clearly for sharing with the reader lend authenticity to the description in the novel, make the reader accept it as a truthful account. എന്താണ് പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഓദർ നല്ല ക്ലിയറായി ഷെയർ ചെയ്യുന്ന, എന്ന് വെച്ചാൽ റീഡറിനോട് ക്ലിയറായി ഷെയർ ചെയ്യുന്നതിൽ കൃത്യമായ ഒതൻറ്റിസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു സത്യമായ കഥ പറയുന്നത് പോലെയാണ് നമ്മളത് നോക്കിക്കാണുക അല്ലേ. നോവലിൻ്റെ ഉള്ളിലേക്ക് മുഴുകിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് അവർ ഓൺ ലൈഫ്, വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ് ലൈഫ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ഒരു ട്രൂ ഇൻസിഡൻറ്റ് വായിക്കുന്നത് പോലെ നമ്മൾ അതിൽ മുഴുകിപ്പോവും എന്നാണ് പറയുന്നത്. അതുപോലെ ചില സമയത്ത് ആക്ച്വൽ റിയൽ പീപ്പിൾസിനെ കുറിച്ച് അവരെ വെച്ച് ഇമാജിനേറ്റീവായിട്ട് എഴുതുന്ന നോവൽസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ
വാട്ട് ഈസ് ഫിക്ഷണൽ ദെൻ? വേർഡ് ഇൻവെൻറ്റഡ് ഓർ ഇൻവെൻഷൻ ഈസ് മെറ്റ് മോർ ദാറ്റ് മീൻസ് ഫിക്ഷണൽ ആയ ഒരു നോവൽ ഇൻവെൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിനെ ഒപ്പിയെടുത്ത് വയ്ക്കുന്നതല്ല. ഇതൊരു പേഴ്സൺ ഇൻവെൻറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എഴുതി വയ്ക്കുന്നതാണ് ഫിക്ഷണലായ നോവൽസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് വി വുഡ് മാർക്ക് ദാറ്റ് എ ലയർ. That means sometimes we want to mention a novelist as a liar, അല്ലേ? ഒരു കഥയും ചിലപ്പോൾ സത്യമാവണമെന്നില്ല, പക്ഷെ അദ്ദേഹം നുണ പറഞ്ഞ് ഫലിപ്പിച്ച് വെച്ചതുപോലെ നമുക്ക് തോന്നും, അല്ലേ? നോവൽ വായിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് അതെന്താണ്? അങ്ങേര് ഉണ്ടാക്കിയൊരു നോവലാണ്. ഇറ്റ്സ് എൻ ഇമാജിനേറ്റീവ് വൺ. അപ്പോൾ അതെന്താണ്? നുണ പറയാണ്. ബട്ട് വി വിൽ ബിലീവ് ദാറ്റ്. ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു നോവലിസ്റ്റ് അവരുടെ ഓഡിയൻസിനെ എന്ത് വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. ഓഡിയൻസ് എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ട എന്ന് ആലോചിച്ച് എഴുതി ഫലിപ്പിക്കുന്നു. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് നോവലിസ്റ്റ് എന്താണ് ഒരു ലയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന്. സോ ദാറ്റ്സ് ദ തിങ്. ദെൻ ഫിക്ഷൻ ആസ് ഹിസ്റ്ററി. ഫിക്ഷൻ ആസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നോവൽ ഒരു തരത്തിൽ ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയെ പോർട്രേ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, നോവൽ ബിഗിൻ ചെയ്യുന്നത് ഏകദേശം 18th സെഞ്ച്വറിയിലാണ്. ആ കാലഘട്ടത്തിലെ നോവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൊസൈറ്റിയുടെ ഒരു പിക്ചർ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോം ജോൺസ് ആണ്. ടോം ജോൺസ് ഈസ് എ നോവൽ റിട്ടൺ ബൈ ഹെൻറി ഫീൽഡിംഗ്. അപ്പോൾ ആ വർക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയുടെ കാര്യങ്ങൾ, ആ സൊസൈറ്റിയിലുള്ള ഓരോ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയായിരുന്നു, അവിടെ സ്ത്രീ എന്ന് വെച്ചാൽ ജെൻഡർ ഡിഫറൻസ് എങ്ങനെയായിരുന്നു, ക്ലാസ് ഡിഫറൻസ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് നോവൽ ഈസ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അതുപോലെ ഏർലി ടൈംസിൽ നമ്മളൊരു നോവൽ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ എന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ബിഹേവിയർ ഇങ്ങനെയായിരുന്നു, സൊസൈറ്റി അവരിങ്ങനെയാണ് കണ്ടിരുന്നത്, ദെൻ ഇന്ന പ്രൊഫഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആദിമകാവ്യം രാമായണ, അതുപോലെ മഹാഭാരതം, ഇതൊക്കെ നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും 5th സെഞ്ച്വറി BC അതുപോലെ 3rd സെഞ്ച്വറി BCയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പോയി കിട്ടില്ല, അല്ലേ? നമ്മൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഫിലിമിൽ ടൈം ട്രാവലർ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയെ കുറിച്ചൊക്കെ പഠിച്ചത്? ഈ ഓരോ വർക്കുകൾ, ഇതിഹാസമായ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ആ ക്ലിയർ സൊസൈറ്റി, ഇന്ത്യ എന്താണെന്ന് അതിൽ മനസ്സിലാക്കുന്ന പറയുന്നത്. ദെൻ മഹാഭാരത ഈസ് നോട്ട് ഫോർ എ സിംഗിൾ ഏജ്, ഇറ്റ് ഫോർ ഓൾ ഏജസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മഹാഭാരത എന്ന് പറയുന്ന വർക്ക് എല്ലാ ഏജസിലുള്ള ക്യാരക്ടറും അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു. സോ ഇപ്പം നമ്മൾ ആലോചിക്കുക, ഒരു എക്സാമ്പിൾ പറയാണ്, നെവർ ഗോയിങ് ടു ഹാപ്പൻ, ആ എക്സാമ്പിളാണ്, അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ്. സോ എന്താണ്, ഇപ്പം നമ്മുടെ മനുഷ്യരാശി ഇല്ലാതായി, മനുഷ്യരാശി തന്നെ നശിച്ചു എന്ന് വിചാരിക്കുക. ദെൻ ഏലിയൻസ്, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്രീച്ചേഴ്സ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഭൂമിയിൽ. ദെൻ ഇവർക്ക് നമ്മളെക്കുറിച്ച് അറിയണം. വാട്ട് ദേ ഡു? അവർ മനസ്സിലാക്കുകയാണ്, പല പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണ് അവർക്ക് ലൈബ്രറീസിൽ നിന്നൊക്കെ. ദെൻ അവർ വായിക്കുകയാണ്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുക, അല്ലേ, ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ദെൻ മഹാഭാരത വായിച്ചാൽ അവർക്ക് എല്ലാ കാലഘട്ടത്തിലെയും ആളുകളെ മനസ്സിലാക്കാമെന്നാണ് പറയാം. സോ ദാറ്റ്സ് എ തിങ്. അപ്പോൾ അതാണ് ഹിസ്റ്ററി. നോവൽ ഒരു ഹിസ്റ്ററി ആയി കണക്കാക്കുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. Novel is different from history in one important aspect. History, as we see, it is a long continuous process without clear tangible beginning as well as an end. ദാറ്റ്സ് ട്രൂ. എന്താണ് നോവൽ എന്ന് പറയുന്നത്, എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയ പ്രോസസ്സാണ്. ഒരു ലോങ് കണ്ടിന്യൂസ് പ്രോസസ്സിനെ ഓർഡറിൽ കൃത്യമായി ബിഗിനിങ്ങും എൻഡ് വെച്ച് എഴുതുന്നതാണ്. ബട്ട് നോവൽ എങ്ങനെയാണ്? ഓരോ ക്യാരക്ടേഴ്സിൽ നിന്നും ഓരോ ആക്ടേഴ്സിൽ നിന്നുമാണ് നമുക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നോവൽ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലൈഫിൽ ബിഗിൻ ചെയ്യുന്നു, സൊസൈറ്റിയിൽ ഒരു പാർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലൈഫിൽ ബിഗിൻ ചെയ്യുന്നു, ദെൻ ഒരു സമയത്ത് എൻഡ് ചെയ്യുന്നു. ചില നോവൽസ് ചിലപ്പോൾ വല്ല യാത്രയായിരിക്കാം. ഒരു മനുഷ്യൻ എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നു. ആ പോകുന്ന വഴിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് അയാളുടെ ഒരു സ്റ്റോറി ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു
ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സൊസൈറ്റിയിൽ ഇപ്പോൾ അദ്ദേഹം ജനിച്ചിട്ട് 20 വയസ്സിന് ശേഷമുള്ള കഥയായിരിക്കും എഴുതുന്നുണ്ടാവുക. ആ സമയത്തുള്ള സമൂഹത്തെ നമ്മൾ ആ ഒരു നോവലിൽ കാണും. ദെൻ അതുപോലെ തന്നെ അദ്ദേഹം ട്രാവൽ ചെയ്യുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ട്, യൂറോപ്പ്, അങ്ങനെ ഇംഗ്ലണ്ട്, ലണ്ടൻ, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ദെൻ അപ്പോൾ എന്താണ്, ഇംഗ്ലണ്ടിൽ നിന്ന് ലണ്ടനിലേക്ക്, അപ്പോൾ ആ ഇംഗ്ലണ്ട് സൊസൈറ്റിയെ നമ്മൾ കാണുന്നു, ലണ്ടൻ സൊസൈറ്റിയെ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറേഷനാണ് നമുക്ക് നോവലിൽ നിന്ന് കിട്ടുക. ഇനി ഈ രണ്ട് കാര്യത്തിലും എന്താണ്, ഓഥർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരാളാണ്. ദെൻ എന്ന് വെച്ചാൽ രണ്ടും എഴുതുന്നത് ഒരു ഓഥറിൻ്റെ വ്യൂ പോയിന്റിലൂടെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. The novel is entirely author's creation and it entirely belongs to the author and writer. But history is not belongs to a single person, it belongs to lot of persons. അല്ലേ, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരാളെ മാത്രമായിട്ടുള്ളതല്ല, ഒരുപാട് പേരുടെ ക്രിയേഷനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ തിങ്. ഇനി നോവലിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നോവലായാലും ഹിസ്റ്ററി ആയാലും ഒരു മോറൽ ലെസൺ കൊടുക്കും. എങ്ങനെ, ഇപ്പോൾ നോവലിൻ്റെ എൻഡിൽ, സ്റ്റോറിയുടെ എൻഡിൽ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, സമൂഹത്തിന് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അറ്റ് ദ സെയിം ടൈം ഹിസ്റ്ററി, വേൾഡ് വാർ എടുത്താൽ നമുക്കറിയാം യുദ്ധം തെറ്റാണ്, യുദ്ധത്തിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ഒരുപാടുണ്ട്, ആ കോൺഫ്ലിക്റ്റിൽ ഒരുപാട് പേര് മരണപ്പെടുന്നു. ഇങ്ങനെയുള്ള കുറേ മോറൽ മെസ്സേജ് നോവലായാലും ഹിസ്റ്ററി ആയാലും ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ്, ദ എവല്യൂഷൻ ഓഫ് ദ നോവൽ. എവല്യൂഷൻ ഓഫ് ദ നോവലിൽ സം പ്രോബ്ലംസ് ആണ് ആദ്യം, എന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് ആദ്യം പറയുന്നത്. ഒന്ന്, നോവൽ 18th സെഞ്ച്വറിയിലാണ് തുടങ്ങുന്നത്. ആദ്യം പ്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് പീരിയോഡിക്കൽസ് വന്നപ്പോൾ എന്ന് വെച്ചാൽ പ്രോസ്, എസ്സേ, അഡ്വഞ്ചറൽ ട്രാവലോഗ്സ്, അതുപോലെ എക്സ്പ്ലോറേഷൻ, ഡിസ്കവറി, ഇതിനെയൊക്കെ കുറിച്ചാണ് ആദ്യം പ്രോസിൽ എഴുതിയിരുന്നത്. ഒരു ട്രൂത്തായ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു മോറൽ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു മോറൽ ലെസൺ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു ഇത് യൂസ് ചെയ്തിരുന്നത്, പ്രോസ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് പിന്നീടാണ് എന്താണ്, ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു പ്രോസൊക്കെ വായിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എന്തായി വരുന്നത്, നോവലിൻ്റെ ഒരു എമർജൻസി കാണുന്നത്. ഈ നോവൽസ് വരുന്ന ഒരു സമയം എന്ന് വെക്കുന്നത് പീരിയോഡിക്കൽസ് വന്നതോടു കൂടിയാണ്. ദെൻ പ്രിൻറ്റിംഗ് പ്രസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ബുക്സ് ആയിട്ട് എത്താൻ തുടങ്ങി. അപ്പോഴാണ് നോവലിൻ്റെ ഒരു ഐഡിയ വരുന്നതും അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ചിന്താഗതി വന്നിട്ടാണ് നോവൽ മുന്നോട്ട് വയ്ക്കുന്നത്. Then totally fictional pieces written by the authors in different countries of Europe entertain the reader, taking more on an imaginary voyage to the world of mystery, wonder and magic. Somehow in that time നോവൽ എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിക് വേൾഡും കൂടിയാണ്. ഇൻ ദാറ്റ് ടൈം അല്ല, ഓൾ ദ ടൈം അല്ലേ. ഇന്നും നമ്മൾ ഒരുപാട് ടെൻഷനുള്ള സമയത്ത് ഒരു കഥ വായിച്ചാൽ അതിൽ മുഴുകിയിരുന്ന് പോവും. അപ്പം നമ്മൾ സൊസൈറ്റിയിലെ കുറേ ബാരിയേഴ്സ്, കുറേ കാര്യങ്ങൾ മറന്നുകൊണ്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കും. അപ്പം നോവൽ എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ പീസ് ഓഫ് റൈറ്റിംഗ് ആണ്. ഓഥർ നമ്മളെ ഒരു യാത്രയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എന്താണ്, മിസ്റ്റീരിയസ് ആയൊരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ വണ്ടർ, അത്ഭുതകരമായൊരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ മാജിക്കൽ വേൾഡിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ജേണിയിലേക്ക് ജനങ്ങളെ എത്തിയപ്പോൾ ജനങ്ങൾ എന്താണ്, കൂടുതലായി നോവലിലേക്ക് മാറാൻ തുടങ്ങി. ഇൻ ദാറ്റ് ടൈം, ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോണുണ്ട്, യൂട്യൂബ്, എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ടെൻഷൻ കുറച്ച് അതിലേക്ക് ഇരിക്കും. ബട്ട് ഇൻ ഏർലി ടൈംസ് അതില്ല. ഈ ഒരു പീസ് ഓഫ് ബുക്സ്, പേപ്പേഴ്സ് മാത്രം ഉണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി എന്താണ്, അവരങ്ങനെ ട്രാവൽ ചെയ്ത് പോകുകയാണ് ചെയ്യുക. ആ ഒരു വേൾഡിലാണ് അവരുടെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. സോ അതിനൊരു ഭാഗമായിട്ടും കൂടിയാണ് നോവല് മുന്നോട്ട് വരുന്നത്. ദെൻ the term literary history denotes that there is a direct linkage within literature between works written in the past with those written in later. In a matter of saying, literature produces out of itself. അപ്പോൾ ലിറ്റററി ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്താ, ഒരു ഡയറക്റ്റ് ലിങ്കിങ്. ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ പണ്ട് എഴുതിയിരുന്ന ലിറ്ററേച്ചറും ഇന്ന് എഴുതിയിരുന്ന ലിറ്ററേച്ചറും തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ തന്നെയാണ് ലിറ്ററേച്ചറെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുമാണ് പറയുന്നത്. ദെൻ
പാർട്ടിക്കുലർ റൈറ്റർ സെൻസിബിലിറ്റി മോൾഡഡ് ബൈ ദോസ് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചാൽ ലിറ്ററേച്ചറിൻ്റെ സ്കോളേഴ്സിന് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവർ നേരെ പോയിട്ട് ലിറ്ററേച്ചർ നോക്കുന്നതിന് മുമ്പ് നേരെ പോയിട്ട് ഫിലോസഫിയിൽ പോകും. ഫിലോസഫിയിൽ എന്തൊക്കെ എന്താ പറയുക മെസ്സേജസ് കൊടുക്കുന്നുണ്ട്, മോറൽ തോട്ട്സുകളുണ്ട്, അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് മോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫിലോസഫിക്കൽ റൈറ്റിങ്സും ട്രെൻഡ്സും ഒക്കെ മോൾഡ് ചെയ്തിട്ട് അവരൊരു സ്റ്റോറി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫിലോസഫിക്കൽ ടെൻസ് ആണ് ലിറ്റററി റൈറ്റിങ്സിന് ഒരു മേജർ സോഴ്സായി മാറിയത് എന്ന് പറയുന്നു. സോ ദാറ്റ്സ് എ തിങ്. ദെൻ ഷിഫ്റ്റ് ടു പ്രോസ് ഇൻ ദ 18th century. 18th centuryയിൽ പ്രോസിലേക്കുള്ളൊരു ഷിഫ്റ്റ് അതെങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. ആദ്യം ലോങ്ങർ പോയംസ്, അതുപോലെ പോയറ്റിക് ഡ്രാമ, ഷോർട്ട് പോയംസ് അതൊക്കെ എഴുതിയിരുന്നത് അല്ലേ. ഡ്രാമകളൊക്കെ വേഴ്സ് രൂപത്തിലാണ് എഴുതിയിരുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മഹാഭാരത രാമായണം എഴുതിയത് എങ്ങനെയാണ്, പോയറ്റിക് ഫോമിലാണ്. പിന്നീടാണ് പ്രോസിലേക്ക് കടക്കുന്നത്. ഈ പ്രോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്, അതിലേക്ക് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്താണ്, that is how it advised its audience and selected who. Till the middle of the 7th century, poems could also found circulating in a narrow circle of friends, fellow writers. The idea of mass readers to would approach through the printed word emerged only in the 18th century. So that's the thing. അപ്പോൾ എന്താണ്, പോയിട്രിയിൽ നിന്ന് പോയിട്രി എന്താണ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. ഈ സ്പ്രെഡ് ചെയ്യാൻ മേജർ കാരണം പ്രിൻറ്റിങ് പ്രസ്സുകളാണ്. ഈ പ്രിൻറ്റിങ് പ്രസ് വന്നതോടുകൂടി ബൾക്കായിട്ട് എന്താണ് ബുക്സുകൾ ഇറങ്ങാൻ തുടങ്ങി. ബുക്സുകൾ ഇറങ്ങാൻ തുടങ്ങുന്നത് ഈ ഒരു സൊസൈറ്റിക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 18th centuryയിൽ കുറേ ഇഷ്യൂസ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ തുടങ്ങി. അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നത് മാരേജാണ്. എന്ന് വെച്ചാൽ മാരേജിലുള്ള മൊറാലിറ്റി എന്ന് വെച്ചാൽ ആദ്യം ഒരു പാട്രിയാർക്കിക്കൽ സെറ്റപ്പ് ആയിരുന്നു. അവിടെ സ്ത്രീക്കും പുരുഷനും അധികം പ്രണയിച്ച് വിവാഹമോ ഒന്നുമില്ലാതെ ഒരു മാട്രിമോണിയൽ സെറ്റപ്പിൽ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് മാരേജ് ചെയ്യുക. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് മാരേജ് ചെയ്യാൻ ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു മാരേജ്. ഫാമിലിയെ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ അപ്പർ ക്ലാസ് പീപ്പിൾസ് ആണെങ്കിൽ അപ്പർ ക്ലാസ്സിലുള്ള ആളുകളെ കെട്ടി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ചോയ്സ്, അവരവരുടെ ചോയ്സിനെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ടാണ് പ്രോസ് പീസുകൾ വരുന്നത്. അപ്പോൾ ഈ പ്രോസ് പീസുകൾ പീരിയോഡിക്കൽസിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു മാരേജിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് ബേക്കൺ. ഞാൻ വർക്ക് പറഞ്ഞു തരികയാണ്, ഓഫ് മാരേജ്. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ്. അപ്പോൾ ഇങ്ങനെ എസ്സേ മോഡലിലൊക്കെ എന്താണ് ആ കാലഘട്ടത്തിലെ ഇഷ്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിലെ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ഒക്കെയാണ് ഈ മാരേജിലൊക്കെ മെയിനായിട്ട് കണ്ടിരുന്നത്. വെച്ചാൽ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. ദെൻ നോവൽ ആസ് എ ന്യൂ ലിറ്റററി ഫോം. സോ നോവൽ എന്ന് പറയുന്നത് അതിൻ്റേതായൊരു പർപ്പസ് ഉണ്ടായി. അങ്ങനെയാണ് നോവൽ വരുന്നത്. ഒരു കോംപ്ലക്സ് ആയ നറേറ്റീവ് ആയിരിക്കും. സ്ത്രീകളുടെ ഒരു പ്രസൻസ് സ്ട്രെസ് ചെയ്യാനും അതുപോലെ അവർക്ക് കുറച്ച് ഈ ബോധം വരുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്, പ്രോസ് ഒക്കെ വരുന്നത്. അതുപോലെ സ്ത്രീകളാണ് 18th centuryയിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ നോവലൊക്കെ വായിക്കുന്നതും അവരുടെ ലെക്ചർ ടൈമിൽ ഇപ്പോൾ അവർക്ക് പുതിയ ഡ്രസ്സുകൾ അറിയുന്നത്, അവർക്ക് അതുപോലെ ഹൗ ടു വാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് അവർ പഠിച്ചെടുത്തിരുന്നത്. അപ്പോൾ പീരിയോഡിക്കൽസിൽ നിന്നാണ് നോവൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ നോവൽ ആസ് കോമഡി, ദാറ്റ്സ് എ ലാസ്റ്റ്. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് ഭയങ്കര പരത്തി കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വായിച്ച് വിടുക, ബട്ട് ഈ ക്ലാസ് കേൾക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെയാണ് നോവൽ വന്നത് എന്നൊരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ആദ്യം പോയട്രി ആയിരുന്നു, പോയട്രിയിൽ നിന്ന് പ്രോസിലേക്ക് എത്തി, പ്രോസിൽ നിന്നാണ് നോവലിലേക്ക് എത്തുന്നത്. ദെൻ ഷോർട്ട് സ്റ്റോറി, നോവല്ല. എന്താണ് നോവല്ല? ഷോർട്ട് സ്റ്റോറിയുടെയും നോവലിൻ്റെയും ഇടയിൽ വരുന്നതാണ് നോവല്ല. ദാറ്റ് മീൻസ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ നോവൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വരുന്ന
ആ ഒരു ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് 5 പേജാണ്, നോവൽ എന്ന് പറയുന്നത് 500 പേജാണെങ്കിൽ ഒരു 150-200 പേജിൽ വരുന്നതാണ് നോവല്ല. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ഓർഡർ മനസ്സിലാക്കി മൈൻഡിൽ വയ്ക്കുക. ദെൻ നോവൽ ആസ് കോമഡി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ 18th സെഞ്ച്വറിയിൽ ഒന്നാമത്തെ കാര്യം, കോമഡീനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സീരിയസ് ആയിട്ടല്ല നമ്മളൊരു കാര്യം പറയാം. ഇപ്പോൾ സൊസൈറ്റിയിലെ പ്രോബ്ലംസ് വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വലുതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു തമാശയ്ക്ക് ഒരാളെ കളിയാക്കിയിട്ട് പോയാലും ഇൻഡയറക്റ്റ്ലി നമുക്ക് അവനെ കൊള്ളണ പോലെ പറയുകയും ചെയ്യാം, പക്ഷെ അത് കോമഡി ആവുകയും ചെയ്തു. ആ രീതി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആളുകളൊന്ന് പേടിക്കും. എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ദെൻ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദ ബെസ്റ്റ് വേ, അല്ലേ? ജനങ്ങളെ ഒന്ന് ചിരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അധികം ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ തിരിച്ചടികൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് കോമഡി അവർ എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇഷ്യൂസ് തന്നെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് അവർ കോമഡി എന്ന് പറയുന്നത്. ആദ്യം ആ ഒരു കാലഘട്ടത്തിൽ മാരേജ്, ലവ്, ഇതൊക്കെ തന്നെയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോം ജോൺസ്, ഹെൻറി ഫില്ലിൻ്റെ ടോം ജോൺ ഈസ് എ ലവ്, മാരേജ്, അതൊക്കെ തീം വരുന്ന ഒരു നോവലാണ്. അപ്പോൾ ആ ഒരു എൻഡിൽ എന്താണ്, നല്ല നൈസ് എൻഡിങ് കൊടുക്കണം. ട്രാജഡി ആകുമ്പോൾ എന്താണ് വരിക, സാഡ് എൻഡിങ് ആണ്. അപ്പോൾ കോമഡി എന്ന് പറയുന്നത് നൈസ് എൻഡിങ് ആണ് കൊടുക്കുക. ഐ ഡിഡ്ന്റ് ഗിവ് ദ ഡെഫിനിഷൻ, ഐ എം സോറി. അപ്പോൾ എന്താണ് കോമഡി? കോമഡി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓർഡിനറി ഡീഡ്സ് ഓഫ് ഓർഡിനറി മാൻ. ഓക്കെ, സോറി, എക്സ്ട്രാ ഓർഡിനറി ഡീഡ്സ് ഓഫ് ഓർഡിനറി മാൻ എന്നാണ് പറയുക. സാധാരണക്കാരുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കോമഡിയിൽ ഉൾപ്പെടുത്തുക. ദെൻ അതിനൊരു നൈസ് എൻഡ് ആയിരിക്കും, വളരെ സന്തോഷത്തോടെയുള്ള ഒരവസാനമായിരിക്കും കോമഡിക്ക് ഉണ്ടാവുക. എന്നാൽ അതേസമയം ട്രാജഡി എന്ന് പറയുന്നത് ഓർഡിനറി ഡീഡ്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് വെച്ചാൽ കിങ്, അതുപോലെ വലിയ വലിയ മാനേജേഴ്സ്, ഇങ്ങനെയുള്ള പോസ്റ്റിലിരിക്കുന്ന ആളുകളുടെ ഓർഡിനറി ആയ കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ഒരു എൻഡിൽ വളരെ സാഡ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. അപ്പോൾ കോമഡി ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ കാരണം ഇങ്ങനെയുള്ള മാരേജ്, ലവ്, ഇങ്ങനെയുള്ള തീംസ് ഡീൽ ചെയ്യാനും അതുപോലെ അതിനൊരു നൈസ് എൻഡ് അവസാനം കൊടുക്കാനുമാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ ടോം ജോൺസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടോം ജോൺസിൽ എങ്ങനെയാണ് ആ ലവ് സ്റ്റോറി വരുന്നത്, അതിൻ്റെ എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരിക്കലും ട്രാജഡി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മെസ്സേജാണ് കൊടുക്കുന്നത്, ഒരു മോറൽ മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഇവിടെയും തട്ടാതെ എന്താ വെച്ചാൽ വലിയ ഇഷ്യൂസ് ഇല്ലാതെ കൊടുക്കും വേണം. ദെൻ ഇതിലൂടെ നല്ല എൻഡിങ് തന്നെ ജനങ്ങളെ കാണിക്കും വേണം. അതിനു വേണ്ടിയാണ് കോമഡി കൊണ്ടുവന്നത്. Then one of the reason why can ordinary person become associated with heroic and such as courage and fear was that important segment of society, the middle class to be praised. എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ്സിനായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രിവിലേജ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡെറഗേറ്ററി അല്ലെങ്കിൽ ഒരു മോശമായ വാക്കായിരുന്നില്ല. അവർക്ക് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്, അവർ മിഡിൽ ക്ലാസ് പീപ്പിൾസ് വീക്കല്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒന്നായിരുന്നു. എന്നുവെച്ചാൽ മാരേജിൻ്റെ ക്വാളിറ്റീസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒന്നായിരുന്നു. സോ ഈ ഒരു മാനേഴ്സ്, ജനങ്ങൾക്കിടയിലുള്ള ഈ മാനേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനൊക്കെയാണ് കോമഡി മുന്നോട്ട് വന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏർലി ടൈംസിൽ സൊസൈറ്റിയുടെ കുറേ തടസ്സങ്ങൾക്കുള്ളിലുള്ള പ്രണയമേ പോർട്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിലുണ്ടാവുന്ന കോമഡി, ഹൗ റിഡിക്യുലസ് ദം എന്ന് ഷോ ചെയ്യാനാണ് ആ ഒരു കോമിക് മാനർ കൊണ്ടുവന്നത്. ഇനി ടോം ജോൺസ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കാം. കാരണം ടോം ജോൺസ് ആ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് എ സബ് ഹെഡിങ്സ് യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു റീഡ് ഇറ്റ്. ഇനി നമ്മൾ എന്താണ്, ഞാൻ പറഞ്ഞിരുന്ന ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു. സോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓരോ പോയിന്റ് പറയുമ്പോൾ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ, ദാറ്റ്സ് നെസസറി. അപ്പോൾ എന്താണ്, നോവൽ ഒറിജിനേറ്റ് ചെയ്ത് ഏർലി 18th സെഞ്ച്വറിയിലാണ്. ഇറ്റാലിയൻ വേർഡ് നോവല്ല, അതിൽ നിന്നാണ് നോവൽ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. നോവല്ല എന്ന് പറയുന്നത് നോവൽ, പുതിയത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുതിയതായ ഒരു ജേണർ വന്നു. അത്
ഏകദേശം 15,000 വേർഡ്സ് ഉള്ള പ്രോസ് ഫിക്ഷനെയാണ് നോവൽ എന്ന് പറയുന്നത്. എത്രയാണ്? 15,000 വേർഡ്സ്, 50,000 വാക്കുകളുള്ള ഒന്നിനെയാണ് നോവൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ 6,000 വാക്ക് വരുമ്പോഴേക്കും 25-30 പേജിലേക്ക് എത്തി. 6,000 വാക്ക്, അപ്പോൾ 50,000 വാക്കാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര പേജുകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഏറ്റവും വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞ നോവൽ ടോൾസ്റ്റോയുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്ര ബൾക്കാണ് ആ നോവൽ. ഓക്കെ, 500 പേജിന് മുകളിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയതിനെയൊക്കെയാണ് നോവൽ എന്ന് വിളിക്കുന്നത്. നോവൽ ഫോക്കസസ് ഓൺ ചാപ്റ്റർ ഡെവലപ്മെൻറ്റ് മോർ ദൻ പ്ലോട്ട്. എന്താണ്? ചാപ്റ്റർ അല്ല, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. നോവല് പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ്. ദെൻ ദാറ്റ്സ് മീൻസ് ദർ ഇസ് എ പ്രൊട്ടഗനിസ്റ്റ്. ഈ പ്രൊട്ടഗനിസ്റ്റിൻ്റെ വളർച്ച, ഗ്രോത്ത് ആണ്. അതുപോലെ ഗ്രോത്ത്, ഫെയിലിയർ, ഇതൊക്കെയാണ് നമുക്ക് നോവലിൽ കാണാൻ പറ്റുക. അല്ലാതെ ആ കഥ ഇങ്ങനെ പോകുന്നതല്ല, ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള കഥയായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നോവൽ എന്ന് പറയുന്നത് കൂടുതലും ഹ്യൂമൻ സൈക്കിയെ സ്റ്റഡി ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ, ഈ ഒരു പ്രൊട്ടഗനിസ്റ്റ് അല്ലെങ്കിൽ അതർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോവൽ വായിച്ചാൽ കാണാൻ പറ്റും. എന്താണ്? അവരുടെ ഉള്ളിലെ ചിന്താഗതി വരെ പറയും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് നോവൽസ് വന്നിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഇന്നർ സൈക്കിലുള്ള അവരുടെ ചിന്താഗതികളൊക്കെ നറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഹ്യൂമൻ സൈക്കിയും കൂടി കൂടുതൽ പഠിക്കുകയാണ്. അപ്പോൾ അതാണ് നോവലിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഒരു ബിഗിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ എലിസബത്തൻ പ്രോസ് ഫിക്ഷൻ, അതുപോലെ ഫ്രഞ്ച് ഹീറോയിക് റൊമാൻസസ്, ഇതൊക്കെ എന്താണ്, ലോങ് നെറേറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു നോവലിൻ്റെ ഉത്ഭവം. ഏകദേശം 1700 ആ ഒരു 1700 കാലഘട്ടങ്ങളിൽ ആ ഒരു അവസാന സമയത്താണ് നോവല് വരുന്നത്. ദെൻ നോവൽ എന്തിനായിരുന്നു വെച്ചാൽ റീഡിങ് കുറച്ചും കൂടി ലെഷർ ടൈം റീഡിങ്ങിലേക്ക് വന്നതോടുകൂടി റീഡിങ് കൂട്ടാൻ, എന്നുവെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ലെഷർ ടൈം എൻജോയ് ചെയ്യാൻ റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ റീഡിങ് ഇപ്പോൾ പീരിയോഡിക്കൽസ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ സ്റ്റോറീസ് ആയിരിക്കും, അത് വേഗം തീരും. അങ്ങനെയാണ് ഈ നോവലിൻ്റെ ഐഡിയയിലേക്ക് എത്തുന്നത്. ബയോഗ്രഫീസ്, ജേർണൽസ്, ഡയറീസ് ആൻഡ് മെമ്മോയേഴ്സ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു ജേർണലായിട്ട് നമ്മുടെ നോവല് ഇറങ്ങിയതും. ദെൻ ആദ്യ കാലഘട്ടങ്ങളിലെ നോവൽസിൻ്റെ പേരാണ് കുറച്ച് പറയാൻ പോകുന്നത്. പമേല, സാമുവൽ റിച്ചാർഡ്സിൻ്റെ വളരെ ഫേമസ് ആയ വർക്കാണ്. 1741 സാമുവൽ റിച്ചാർഡ്സിൻ്റെ പമേലയുടെ ഏകദേശം ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ് വരുന്നത്, വളരെ ഫേമസ് ആണ്. ദെൻ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ജോസഫ് ആൻഡ്രൂസ്, അതുപോലെ റോബിൻസൺ ക്രൂസോ ബൈ ഡാനിയൽ ഡിഫോ. ഈ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഒരു ട്രാവലോഗും കൂടിയാണ്. ഈ റോബിൻസൺ ക്രൂസോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ഫേമസ് ആണ്. ഇറ്റ്സ് എ ട്രാവലോഗ് ഓൾസോ. ദെൻ ഡാനിയൽ ഡിഫോയുടെ മോൾ ഫ്ലാൻഡേഴ്സ്, ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, എമ്മ, ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലെ ബിഗിനിങ്ങിലുള്ള റൈറ്റേഴ്സും നോവൽസും. ജസ്റ്റ് അറിയാനാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഈ കുറച്ച് നോവലുകളുടെ പേര് നിങ്ങളുടെ എക്സാമിന് എസ്സേയിൽ കണ്ടാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. ദെൻ 19th സെഞ്ച്വറിയിൽ പറയുവാണെങ്കിൽ ചാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ അയർ, അതുപോലെ എമിലി ബ്രോണ്ടയുടെ വുദറിങ് ഹൈറ്റ്സ്. ഈ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് വെരി ഫേമസ് ആയിരുന്നു. ഒരു 6 പെൺകുട്ടികളോ 5 പെൺകുട്ടികളോ അങ്ങോട്ട് ഉണ്ട്. പക്ഷേ ഇതിൽ 3 പേര്, ആനി ബ്രോണ്ടെ, ചാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ഇവർ 3 പേരുമാണ് റൈറ്റിങ്സിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ 3 പേരുടെ വർക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്കാർലറ്റ് ലെറ്റർ, നഥാനിയൽ ഹോത്തോണിൻ്റെ ആണ് സ്കാർലറ്റ് ലെറ്റർ, വളരെ ഫേമസ് ആണ്. ദെൻ മോബി ഡിക്കിൻ്റെ ഹെർമൻ മെൽവിലെ. ഈ മോബി ഡിക്കിൻ്റെ ഒരു ഫിലിം റീസെൻ്റ്ലി അല്ല, കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോബി ഡിക്കിൻ്റെ സ്റ്റോറി വെച്ചിട്ട്, ഐ കാൻ റിമെമ്പർ ദ നെയിം, മൂവിയുടെ പേര് ഓർമ്മയില്ല. പക്ഷേ ഹീറോ ക്രിസ് ഹെംസ്വർത്ത് ആണ്, നമ്മുടെ തോർ, അവഞ്ചേഴ്സിലെ തോറായി അഭിനയിച്ച ക്രിസ് ആണ് അതിൻ്റെ ഹീറോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആ നോവൽ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഫിലിം കണ്ടാലും മതി. ആ ഫിലിം അത്ര ഈസി അല്ല കാണാനും, വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് ആ ഒരു ഫിലിം വേഗം ഒന്ന് തീർന്ന് നീറ്റ് പോയാൽ മതി എന്ന് തോന്നും. സിനിമ മോശമായതുകൊണ്ടല്ല, അതിലുള്ള ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ ഒരുപാട് ഡെത്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പറ്റുവാണെങ്കിൽ കാണാം.
മോബി ഡിക്ക് ഹെർമൻ മെൽവിലിൻ്റെ ഫിലിമിൻ്റെ പേര് ഓർമ്മയില്ല, ഹാർട്ട് ഓഫ് ദ സീയോ അങ്ങനെ എന്തോ ആണ്ടാണ്, ഐ കാൺ റിമെമ്പർ. ദെൻ വിക്ടോറിയൻ നോവൽസ്, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം ഏർലി ടൈമിലുള്ളതാണ്. ദെൻ വിക്ടോറിയൻ കാലഘട്ടമായപ്പോൾ ഒന്നുകൂടി നോവൽസിൻ്റെ വരവ് കൂടി, നോവൽസ് സൊസൈറ്റിയിൽ ഒന്നും കൂടി കൂടുതലായി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ആണ് ചാൾസ് ഡിക്കൻ. ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു വിക്ടോറിയൻ നോവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വെർച്വസ് ആയ ഹീറോ, മിഡിൽ ക്ലാസ് സൊസൈറ്റി, ഹ്യൂമൻ എറേഴ്സ് ഒക്കെയാണ് പോർട്രേ ചെയ്തിരുന്നത്. സർ വാൾട്ടർ സ്കോട്ടാണ് 3 വോളിയം നോവൽസൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ചാൾസ് ഡിക്കൻ വാസ് എ ഫേമസ് പേഴ്സൺ. അദ്ദേഹത്തിന് ക്രിസ്മസ് കരോൾ, അതുപോലെ ലൂയിസ് കരോൾ, നെക്സ്റ്റ് പേഴ്സൺ ലൂയിസ് കരോളാണ്. ലൂയിസ് കരോളിൻ്റെ ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിലിം വന്നിട്ടുണ്ട് ആലീസ് ഇൻ വണ്ടർലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, ഈ ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ സീരീസുകളാണ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് ഒക്കെ. എന്ന് വെച്ചാൽ ആലീസിൻ്റെ തന്നെ സ്റ്റോറിയാണ് പിന്നീട് ഇങ്ങനെ സീരീസ് ആയി വന്നുള്ളതാണ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. ലൂയിസ് കരോളിൻ്റെ ആ ഒരു വർക്കിൽ നിന്നാണ് ആ ഒരു ഫിലിം വന്നിട്ടുള്ളത്, ആലീസ് ഇൻ വണ്ടർലാൻഡ്. ദെൻ റിയലിസം നാച്ചുറലിസം ഒരു എന്താ പറയുക ജേണർ, ഈ നോവലിൽ റിയലിസം നാച്ചുറലിസം ഒക്കെ കൂട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം 19th സെഞ്ച്വറിയിലെ റിയലിസമാണ് കൂടുതൽ പോർട്രേ ചെയ്യാൻ തുടങ്ങിയത്. ഐഡിയലിസം ആൻഡ് റൊമാൻറ്റിസം കൂടുതലായി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ വളരെ ഫേമസ് ആയ ആൾക്കാർ ഹാരിയറ്റ് ബീച്ചർ സ്ട്രോ, അദ്ദേഹത്തിൻ്റെ അങ്കിൾ ടോംസ് കാബിൻ, അതുപോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽബറി ഫിൻ, അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, ഇതൊക്കെ വളരെ ഫേമസ് ആയ വർക്കാണ് മാർക്ക് ട്വെയിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് സാമുവൽ ലങ്കോൺ ക്ലെമൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഈ 2 വർക്ക് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽബറി ഫിന്നും അതുപോലെ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും വളരെ ഫേമസുമാണ്. റിയലിസ്റ്റിക് ആയ ആ ഒരു സൊസൈറ്റിയിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ ക്ലാസ് സ്ട്രഗിള്, ഇതൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയൊരു വർക്കാണ് അഡ്വഞ്ചേഴ്സ് ആൻഡ് ടോം സോയറും അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കൽബറി ഫിനും. ദെൻ ഇദ്ദേഹത്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയൊരു മറ്റൊരു വർക്കാണ് ദ പ്രിൻസ് ആൻഡ് ദ പോപ്പർ. ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രിൻസും പോപ്പറും ഒരുപോലെയാണ് കാണാൻ. ദെൻ ഈ പ്രിൻസ് പോപ്പർ ആവുകയും പോപ്പർ മീൻസ് ബെഗർ, മനസ്സിലായില്ലേ, പിച്ച എടുക്കുന്ന ആളും രാജാവും, അപ്പോൾ രാജകുമാരനും. ദെൻ ഈ പോപ്പർ കുറച്ച് നാളത്തേക്ക് പ്രിൻസ് ആവുകയും പ്രിൻസ് കുറച്ച് നാളത്തേക്ക് പോപ്പർ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇംഗ്ലീഷ് സൊസൈറ്റിയിലുള്ള ഹിപ്പോക്രസി, അതുപോലെ ഈ ഒരു ക്ലാസ് ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നൊരു വർക്കാണത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വർക്കാണ്. നമ്മൾ ഫിലിംസിലൊക്കെയാണ് ഇങ്ങനെ റിസംബ്ലൻസ് വന്നിട്ട് ഏർലി ടൈമിലുള്ള ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലൊരു വർക്ക് കണ്ടപ്പോൾ ഐ വാസ് ടു ഇൻട്രസ്റ്റഡ് ആൻഡ് ഐ റെഡ് ദാറ്റ്. ബ്യൂട്ടിഫുൾ ആയൊരു വർക്കാണ്. ദെൻ മോഡേൺ നോവൽസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് നോവൽസ് വന്നിട്ടുണ്ട്. ഈ മോഡേൺ ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 1945 ആ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ 1945 ശേഷമുള്ളത് കണ്ടംപററി ലിറ്ററേച്ചറാണ്, ഇപ്പോഴത്തെ ലിറ്ററേച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ഈ ഒരു മോഡേൺ ആൻഡ് കണ്ടംപററി നോവൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗോഡ്, ഈ ദൈവമുണ്ടോ എന്നതിനൊരു ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന പോലെയാണ് ഓരോന്ന് വന്നിരിക്കുന്നത്. എന്താ പറയുക, മനുഷ്യന്മാരെ കുറിച്ച് കൂടുതൽ സെൽഫായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നോവലുകളാണ്. അതുപോലെ ഡിപ്രഷൻ, വേൾഡ് വാർ, ഹിരോഷിമ, കോൾഡ് വാർ, കമ്മ്യൂണിസം, ഇതെല്ലാം നമുക്ക് നോവലിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വെർജീനിയ വൂൾഫ്, അദ്ദേഹത്തിൻ്റെ ടു ദ ലൈറ്റ് ഹൗസ്, മിസ്സിസ് ഡാലോവേ, അങ്ങനെയുള്ള വർക്കുകൾ. ദെൻ ജെയിംസ് ജോയ്സ്, യുലീസസ്, ഐറിഷ് നോവലിസ്റ്റാണ് ജെയിംസ് ജോയ്സ്. ഞാൻ നേരത്തെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ആ ഒരു വർക്ക് പറഞ്ഞിരുന്നു, അത് ജെയിംസ് ജോയ്സിൻ്റെയാണ്. ദെൻ യുലീസസ് ഓൾസോ. ദെൻ സൗണ്ട് ആൻഡ് ദ ഫ്യൂറി, വളരെ ബ്യൂട്ടിഫുള്ളായ വർക്കാണ്. വർക്ക് വായിച്ചാൽ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല, കാരണം അങ്ങനെ ഓർഡർ ആയിട്ടുള്ള നെറേഷനൊന്നും അല്ല, ബട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത വർക്കാണ് സൗണ്ട് ആൻഡ് ദ ഫ്യൂറി, വില്യം ഫോക്നറിൻ്റെ. ദെൻ പോസ്റ്റ് മോഡേൺ നോവൽസിൽ വരുന്നത് ആലീസ് വോക്കറിൻ്റെ ദ കളർ പർപ്പിൾ, അതുപോലെ അലക്സ് ഹാലിയുടെ ഫിയർ ഓഫ് ഫ്ലൈയിങ്, ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസിൻ്റെ 100 Years of Solitude. ഇതിലിപ്പോൾ ഈ ഒരു മോഡേണിൽ ഇപ്പം ഞാൻ 2 പറഞ്ഞ കളർ പർപ്പിൾ ആൻഡ് അതുപോലെ
ഫിയർ ഓഫ് ഫ്ലൈയിങ് ഒന്നും വായിച്ചിട്ടില്ല. ബട്ട് ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് 100 Years of Solitude വളരെ ബ്യൂട്ടിഫുൾ ആയ ബുക്കാണ്. അതൊന്ന് എനിക്ക് വായിച്ചതല്ലേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് പോസിബിൾ റീഡ് ദാറ്റ് ബുക്ക് ഓൾസോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഓതേഴ്സിൻ്റെ പേര് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടാവും ഇല്ലേ. ഇപ്പോൾ ഓവറോൾ നിങ്ങൾ ചാൾസ് ഡിക്കൻ, അതുപോലെ മാർക്ക് ട്വെയിൻ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ കുറച്ച് പേരുടെ പേര് നമ്മളൊന്ന് ഫെമിലിയർ ആയി. അതുപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് അതെന്താണെന്ന് നമ്മളൊന്ന് വെറുതെ പറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഇനി നമ്മൾ ഇനിയുള്ള ക്ലാസ്സിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് ടോം ജോൺസ് എന്ന് പറഞ്ഞ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു നോവലാണ് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റ് നന്നായി വായിക്കുക, അതിനുശേഷം വരിക. എന്നാൽ മാത്രമാണ് ആ നോവലിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ദെൻ വി ക്യാൻ ഗോ ത്രൂ ദ നോവൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.